Good morning all. Welcome to my class. Hope you are doing well. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? പോളിഗൺസിനെ പറ്റിയാണ് നമ്മൾ കണ്ടത് അല്ലേ? പോളിഗൺ എന്താണെന്നാ പറഞ്ഞേ? പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇറ്റ്സ് എ ക്ലോസ്ഡ് ഫിഗേഴ്സ് ഹാവിങ് 3 or more sides അല്ലേ? 3 അതിൽ കൂടുതലോ വശങ്ങളുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോളിഗൺസ് എന്ന് പറയുന്നത് അല്ലേ? പിന്നെ നമ്മൾ എന്താ കണ്ടത്? ഡിഫറെൻറ്റ് ടൈപ്സ് പോളിഗൺസ് ഉണ്ട് അല്ലേ? നമ്മൾ എത്ര സൈഡിലുള്ള പോളിഗൺ വരെ കണ്ടു? 3 സൈഡഡ് ആയിട്ടുള്ള പോളിഗൺ തുടങ്ങി 10 സൈഡഡ് ആയിട്ടുള്ള പോളിഗൺ വരെ കണ്ടു അല്ലേ? ഓക്കെ, എങ്ങനെ 3 സൈഡുള്ള പോളിഗൺ ഏതായിരുന്നു? ട്രയാങ്കിൾ ആയിരുന്നു. ദെൻ 4 സൈഡുള്ളതോ ക്വാഡ്രാറ്റ്, 5 സൈഡുള്ളത് പെൻറ്റഗൺ അല്ലേ? 6 സൈഡുള്ള പോളിഗൺ ഏതായിരുന്നു? ഹെക്സഗൺ. 7 സൈഡുള്ളത് ഏതായിരുന്നു? ഹെപ്റ്റഗൺ. ദെൻ 8 സൈഡുള്ളതിൻ്റെ പേരെന്തായിരുന്നു? ഒക്ടഗൺ. ദെൻ 9 സൈഡുള്ളത് നന്നഗൺ. ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഏതാ കണ്ടേ? 10 സൈഡുള്ള പോളിഗൺ കണ്ടോ? അത് ഏതായിരുന്നു? ഡെക്കഗൺ. ഇത്രയും പോളിഗൺസിനെ പറ്റില്ല നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പോളിഗൺ ഏതാ? ട്രയാങ്കിൾ ആണല്ലേ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പോളിഗൺ. സോ ഞാൻ ട്രയാങ്കിൾ വരയ്ക്കാൻ പോവാം. ഓക്കെ, എല്ലാവരും ബോർഡിൽ ശ്രദ്ധിക്കട്ടോ. ട്രയാങ്കിൾ എല്ലാവർക്കും കാണാമല്ലോ. ഞാൻ ഇതിനൊരു പേര് കൊടുക്കാൻ പോവാണ്. ഞാൻ ABC എന്ന് പേര് കൊടുക്കാം. ഓക്കെ, സോ ABC. ഓക്കെ, അപ്പൊ ഈ ട്രയാങ്കിൾ ABCയിൽ എത്ര സൈഡ്സ് ഉണ്ട്? AB, BC, AC 3 സൈഡ് ഉണ്ട് അല്ലേ? ഓക്കെ, എത്ര ആംഗിൾസ് ഉണ്ട്? നമ്മൾ ഇന്നലെ പറഞ്ഞതാണല്ലോ. 3 ആംഗിൾസ് ഉണ്ട്. ഏതൊക്കെയാ? ആംഗിൾ A, ആംഗിൾ B, ആംഗിൾ C അല്ലേ? 3 ആംഗിൾ ഉണ്ട്, 3 സൈഡ് ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ ആംഗിൾസിന്റെ എല്ലാത്തിൻ്റെയും, അതായത് ഈ ആംഗിള്, ഇത്, ഈ 3 ആംഗിളിന്റെയും സം എത്രയായിരിക്കും? എത്രയായിരിക്കും? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ എത്രയായിരിക്കും പഠിച്ചിരിക്കുന്നത്? അത് പറഞ്ഞേ 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? നമ്മളത് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാ. ഓക്കെ, സോ ഈ ആംഗിൾ എയും ബിയും സിയും ഈ 3 ആംഗിളും കൂടി കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 180 ഡിഗ്രി. സോ നമുക്കൊന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് ആംഗിൾസ് is equal to 180 degree. Okay, so triangle angle sum നമുക്ക് 180 degree കിട്ടി. Okay, ഇനി ഞാനൊരു ട്രയാങ്കിൾ കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച അടുത്ത പോളിഗൺ ഏതായിരുന്നു? ക്വാഡ്രാറ്റർ അല്ലേ? സോ ഞാൻ ക്വാഡ്രാറ്റർ വരയ്ക്കാൻ പോവാം. ഓക്കെ, ഇതൊരു ക്വാഡ്രാറ്റർ അല്ലേ? എത്ര സൈഡ് ഉണ്ട് ഇതിന്? 4 സൈഡ് ഉണ്ട് അല്ലേ? ഞാൻ പേര് കൊടുക്കാം. ABCD. ഓക്കെ, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇപ്പൊ 4 സൈഡ് ഉണ്ട്. 1 2 3 4. എത്ര ആംഗിൾ ഉണ്ട്? 4 ആംഗിൾസ് ഉണ്ടാവും അല്ലേ? ഏതൊക്കെയാ? ഈ ഒരു ആംഗിൾ, then BCD. സോ 4 ആംഗിൾ ഉണ്ട്. കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഓക്കെ, നമുക്കിപ്പോ എന്താ അറിയാം? ട്രയാങ്കിൾസിലെ ആംഗിൾസിന്റെ സം 180 ആണ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്കതറിയാം. ഇനി നമുക്ക് ഇതിന്റെ ആംഗിൾസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? ആലോചിക്കേ. എന്തെങ്കിലും ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഈ ഡിയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ സെഗ്മെന്റ് വരയ്ക്കാൻ പോവാം. ഓക്കെ, ബിയിൽ നിന്ന് ഡിയിലേക്ക് ഇട്ടാ. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചേ? ക്വാഡ്രാറ്ററിനെ 2 ആയിട്ട് ഞാൻ കട്ട് ചെയ്തു അല്ലേ? അതുപോലെ തന്നെ ഈ ഡി എന്നുള്ള ആംഗിളിനെ ഈക്വൽ ആയിട്ട് 2 ആയിട്ട് കട്ട് ചെയ്തു അല്ലേ? ഡി എന്നുള്ള ആംഗിളിനെ 2 ആംഗിൾസും പകുതിക്ക് വെച്ച് കട്ടായി. അതുപോലെ തന്നെ ക്വാഡ്രാറ്ററും പകുതി വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ നമുക്ക് എന്താ കിട്ടി? നമുക്ക് സിമിലർ ആയിട്ടുള്ള ഷേപ്പ് കിട്ടിയല്ലോ.
ഏതൊക്കെയാ? ട്രയാങ്കിൾ. എത്ര ട്രയാങ്കിൾ കിട്ടി? 2 ട്രയാങ്കിൾ കിട്ടി. ABD എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും DCB എന്ന് പറയുന്ന ട്രയാങ്കിളും. ABD ആൻഡ് DBC. ഓക്കെ, സോ 2 ട്രയാങ്കിൾ കിട്ടി. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ട് സം ഓഫ് ആംഗിൾസ് ഇൻ എ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 180 ആയിരിക്കും. സോ ഇവിടുത്തെ എത്രയായിരിക്കും? 180. ഇവിടുത്തെ എത്രയായിരിക്കും? 180. സോ ഇതിന്റെ ടോട്ടൽ ഈ ക്വാഡ്രാറ്ററിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? അപ്പോ 2 കൂടി കൂട്ടിയാൽ മതിയല്ലേ? 180 + 180 കൂട്ടിയാൽ പോരെ? നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം അല്ലേ? സോ നമുക്ക് എന്ത് എഴുതാം? സം ഓഫ് ആംഗിൾസ് equal to 180 + 180. അതായത് എന്താ? 2 പ്രാവശ്യം 180 ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? 2 × 180. 2 × 180 എത്രയാ? 360 ഡിഗ്രി. സോ ക്വാഡ്രാറ്ററിന്റെ സം ഓഫ് ആംഗിൾസ് എത്ര വന്നു? 180 + 180 ആണ്. അതായത് 2 × 180. 2 × 180 360 ഡിഗ്രി. മനസ്സിലായല്ലോ? സംശയമൊന്നുമില്ലല്ലോ. ഇവിടെ നമുക്ക് ക്വാഡ്രാറ്ററിനെ കട്ട് ചെയ്തപ്പോൾ 2 ട്രയാങ്കിൾ ആണല്ലോ കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പോളികളിലേക്ക് പോവാം. അടുത്ത പോളികൾ ഏതാ? പെന്റഗൺ ആണ് അല്ലേ? സോ പെന്റഗൺ ഒന്ന് വരച്ചു നോക്കാം. 1 2 3 4 and 5. ഓക്കെ, 5 സൈഡുള്ള ഒരു പോളിഗൺ, അതായത് പെന്റഗൺ വരച്ചു. പേര് കൊടുക്കാം. എന്താ? ABCDE. എത്ര സൈഡ് ഉണ്ട്? 5 സൈഡ് ഉണ്ട്. എത്ര ആംഗിൾ ഉണ്ട്? 1 2 3 4 and 5. സോ 5 സൈഡ്സ് ഉണ്ട്, 5 ആംഗിൾസ് ഉണ്ട്. ഈ ആംഗിൾസിന്റെ സം എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ ക്വാഡ്രാറ്ററിൽ യൂസ് ചെയ്ത സെയിം മെത്തേഡ് തന്നെ ഇവിടെയും യൂസ് ചെയ്ത് നോക്കിയാലോ? എന്താ ചെയ്യാം? നമുക്ക് ഇതിന്ന് ട്രയാങ്കിൾസ് ഉണ്ടാക്കി നോക്കാം അല്ലേ? കാരണം നമുക്ക് ഇപ്പൊ ഏതൊക്കെയാണ് സം അറിയാം? ട്രയാങ്കിളിന്റെ സം 180 ആണെന്ന് അറിയാം. അതുപോലെ ക്വാഡ്രാറ്ററിന്റെ ആംഗിൾസിന്റെ സം 360 ആണ് നമുക്ക് ഇപ്പൊ അറിയാം. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇതിന്ന് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. സോ ഞാൻ ഈ ഫസ്റ്റത്തെ ഈ 3 വെർട്ടിസസ് എടുത്തു, അത് ജോയിൻ ചെയ്ത് നോക്കാം അല്ലേ? അപ്പൊ അത് ജോയിൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ബിയിൽ നിന്ന് ഇയിലേക്ക് ഒരു ലൈൻ വരയ്ക്കണം അല്ലേ? അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടില്ലേ? നോക്കിയേ, ബിയിൽ നിന്ന് ഇയിലേക്ക് വരച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടി. ഒരു ട്രയാങ്കിൾ മാത്രമാണ് എനിക്ക് കിട്ടിയത്. നോക്കിയ എല്ലാവരും, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഈ ഒരു ട്രയാങ്കിൾ കിട്ടി. പിന്നെ ഇതെന്താ? BCDE. ഈ ഷേപ്പ് എന്താ? എന്താ? എത്ര സൈഡ് ഉണ്ട്? 1 2 3 4. 4 സൈഡില്ലേ? ഇതൊരു ക്വാഡ്രാറ്റർ അല്ലേ? അപ്പൊ നമുക്ക് പെന്റഗണെ നമ്മൾ ഒരു ട്രയാങ്കിൾ ആക്കി കട്ട് ചെയ്തു അല്ലേ? അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിൾ കിട്ടി, ഒരു ക്വാഡ്രാറ്ററിലാണ് കിട്ടിയത്. രണ്ടിന്റെ സം നമുക്ക് അറിയാം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ട്രയാങ്കിൾ കിട്ടി, ഒരു ക്വാഡ്രാറ്റർ കിട്ടി. ഈ ക്വാഡ്രാറ്ററിൽ നോക്കി നമ്മൾ അഗൈൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? ക്വാഡ്രാറ്ററിൽ നമ്മൾ 2 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ക്വാഡ്രാറ്ററിൽ നമുക്ക് 2 ട്രയാങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്തൂടെ? എങ്ങനെ ഡിവൈഡ് ചെയ്യാം? ഈ ബിയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ വരച്ചാൽ മതി. സംശയം ഉണ്ടോ? ഇല്ല, ഒന്നും ചെയ്തില്ല. ഈ ബിയിൽ നിന്ന് ബിയിലേക്ക് ഒരു ലൈൻ വരയ്ക്കാൻ പോകും. നമുക്ക് എന്താ ഉണ്ടാവണേ നോക്കാം. ബിയിൽ നിന്ന് ബിയിലേക്ക് നോക്കി എല്ലാവരും. എന്ത് കിട്ടി? ക്വാഡ്രാറ്ററിനെ ഈ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്താൽ നമുക്ക് 2 എണ്ണം കിട്ടുമെന്ന് അറിയാം. അതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചില്ലേ? സോ നമുക്ക് ടോട്ടൽ ഇപ്പോ 3 ട്രയാങ്കിൾസ് കിട്ടി. ഏതൊക്കെയാ? ട്രയാങ്കിൾ ABE, ട്രയാങ്കിൾ BED, പിന്നെ ഏതാ? ട്രയാങ്കിൾ BDC. 3 ട്രയാങ്കിൾസ് കിട്ടി. മനസ്സിലായല്ലോ നമുക്ക്? ക്വാഡ്രാറ്ററിനെ കട്ട് ചെയ്തപ്പോ 2 ട്രയാങ്കിൾ ആയിരുന്നു. പെന്റഗണെ കട്ട് ചെയ്തപ്പോ 3 ട്രയാങ്കിൾസ് ആയി. സോ ഇതിന്റെ സം കണ്ടുപിടിക്കാലോ ഇനി. സം ഓഫ് ആംഗിൾസ് എത്ര വരും? 3 ട്രയാങ്കിൾ കൂടി സം ചെയ്യണം അല്ലേ? അപ്പൊ എഴുതാം, സം ഓഫ് ആംഗിൾസ് equal to 180 + 180 + 180. 3 പ്രാവശ്യം 180 കൂട്ടാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 3 വെച്ച് ഇൻറ്റു ചെയ്യാം അല്ലേ? അപ്പോ
ഇൻറ്റു 180 എത്രയാ? എത്രയാ? 540 കിട്ടൂല നമുക്ക്. സോ 540 ഡിഗ്രി ആണ് കിട്ടി. എന്ത്? പെൻറ്റഗണിന്റെ ആംഗിൾസിന്റെ സം 540 ഡിഗ്രി ആണ് കിട്ടി. ഓക്കെ, ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് നമുക്ക് പിടികിട്ടിയോ? ആർക്കെങ്കിലും ഇതിന്റെ ട്രിക്ക് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ പോളിഗൺ നോക്കി. ഫസ്റ്റത്തെ പോളിഗൺ ഏതാ? ട്രയാങ്കിൾ ആണ്. ഓക്കെ, സോ ഇവിടെ ഒരു ട്രയാങ്കിൾ. സെക്കൻഡ് പോളിഗൺ ഏതാ? ക്വാഡ്രാറ്റർ. അവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 2 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. തേർഡ് പോളിഗൺ ഏതാ? പെന്റഗൺ. അവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾ ഉണ്ട്. ഓക്കെ, സോ 1 2 3 ആ ഓർഡറിലാണ് പോണത്. ഇനി അടുത്ത പോളിഗൺ ഏതാ? ഹെക്സഗൺ. അവിടെ എത്ര ട്രയാങ്കിൾ ഉണ്ടായിരിക്കും? അടുത്തതാണ്. സോ 3 കഴിഞ്ഞ എത്രയാ? 4. 4 ട്രയാങ്കിൾ ഉണ്ടായിരിക്കും. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ടോ 7 സൈഡ് ആയിട്ടുള്ള ഹെപ്റ്റഗണിൽ എത്ര ട്രയാങ്കിൾ ഉണ്ടായിരിക്കും? 4 കഴിഞ്ഞു അല്ലേ. 4 കഴിഞ്ഞ പിന്നെ 5 ട്രയാങ്കിൾസ് ഉണ്ടായിരിക്കും. സോ അതുപോലെ നമുക്ക് ഡെക്കഗൺ വരെ നമുക്ക് അതിനെ ട്രയാങ്കിൾസ് ആയിട്ട് കട്ട് ചെയ്ത് സം ഓഫ് ആംഗിൾസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. സോ ഇവിടെ ട്രിക്ക് എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? എളുപ്പല്ലേ? സോ നമുക്ക് എല്ലാവരും ഒന്ന് എഴുതി നോക്കിയാലോ? ഓക്കെ, ഞാനിവിടെ എന്താ എഴുതിക്കണമെന്ന് നമുക്ക് മനസ്സിലായോ? ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? എല്ലാ പോളിഗൺസിനെയും കൂടി ഈ ഒരു ടേബിളിൽ ഞാൻ റെപ്രസെന്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ ഫസ്റ്റ് കോളത്തിൽ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഫിഗർ ഏത് പോളിഗൺ ആണെന്നാണ് വരച്ചിരിക്കുന്നത് അല്ലേ. സെക്കൻഡ് കോളം നെയിം എഴുതിയിട്ടുണ്ട്. തേർഡ് കോളത്തിൽ എന്താ? നമ്പർ ഓഫ് സൈഡ്സ് എഴുതണം. ഫോർത്ത് കോളം നമ്പർ ഓഫ് ഡയഗണൽസ് എഴുതണം. ഡയഗണൽസ് എന്താണെന്ന് മനസ്സിലായോ? എന്താ? നമ്മള് നേരത്തെ ആ ക്വാഡ്രാറ്ററിൽ ഒരു ലൈൻ വെച്ച് കട്ട് ചെയ്തില്ലേ, അതൊരു ഡയഗണൽ അല്ലേ. ബിയിൽ നിന്ന് ഡിയിലേക്കാണ് നമ്മൾ വരച്ചത് അല്ലേ. അപ്പോ അതൊരു ഡയഗണൽ ആയിട്ടല്ലേ ഫോം ചെയ്തിരിക്കുന്നത്. ആ ലൈൻ കട്ട് ചെയ്ത ആ ലൈനെയാണ് ഇവിടെ ഡയഗണൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. സംശയമൊന്നുമില്ല. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് ഡയഗണൽസ് ഫോർത്ത് കോളം നമ്മൾ എഴുതിക്കുക. നമുക്ക് അവസാനം ഫിൽ ചെയ്യാം. ദെൻ ഫിഫ്ത് കോളത്തിലോ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ദെൻ ലാസ്റ്റ് കോളത്തിൽ എന്താ എഴുതിക്കണേ? സം ഓഫ് ആംഗിൾസ്. ഓക്കെ, നമുക്ക് ഒന്ന് ഫിൽ ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഏതായിരുന്നു? ട്രയാങ്കിൾ. ട്രയാങ്കിളിൽ എന്ത് എഴുതണം? നമ്പർ ഓഫ് സൈഡ്സ് എഴുതണം. നമ്പർ ഓഫ് സൈഡ് എത്രയാ? 3. ദെൻ ക്വാഡ്രാറ്ററിന്റെയോ 4, പെന്റഗൺ 5, ഹെക്സഗൺ 6, ഹെപ്റ്റഗൺ 7, ഒക്ടഗൺ എത്രയാ? 8. നമ്പകളോ 9, ഡെക്കകളോ 10. സോ നമ്മൾ നമ്പർ ഓഫ് സൈഡ്സ് എല്ലാത്തിനെയും ഫിൽ ചെയ്തു. ഇനി നമ്പർ ഓഫ് ഡയഗണൽസ് നമുക്ക് നോക്കാം. ട്രയാങ്കിളിന്റെ ആംഗിൾ സം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വല്ല ഡയഗണൽ വരച്ചിരുന്നോ? ഇല്ലല്ലേ. ട്രയാങ്കിൾ ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. സോ ട്രയാങ്കിൾ ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കറിയാം ട്രയാങ്കിൾസിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയും നമുക്കറിയാം. സോ നമ്മളവിടെ ഡയഗണൽ ഒന്നും വരച്ചിരുന്നില്ല. സോ നമ്പർ ഓഫ് ഡയഗണൽസ് ഇവിടെ 0 ആണ്. ഓക്കെ, ക്വാഡ്രാറ്ററിന്റെ കേസിലോ നമ്മൾ എത്ര ഡയഗണൽ വരച്ചേ? നമ്മള് ഈ 2 വെർട്ടെക്സിനെ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിരുന്നു അല്ലേ. അങ്ങനെയല്ലേ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയത്. സോ എത്ര നമ്പർ ഓഫ് ഡയഗണൽസ് എത്രയാ? ഒരു ഡയഗണലാണ് വരച്ചത്. സോ നമ്പർ ഓഫ് ഡയഗണൽസ് 1. ഓക്കെ, പെന്റഗണിന്റെ കേസ് ആകുമ്പോൾ നമ്മൾ എത്ര ഡയഗണൽ വരച്ചിരുന്നു? എത്ര വരച്ചു? 1 2. 2 വരച്ചത്. അപ്പൊ നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടി അല്ലേ. സോ നമ്പർ ഓഫ് ഡയഗണൽസ് ചോദിച്ചിരുന്നു. നമ്പർ ഓഫ് ഡയഗണൽസ് 1 2. 2. ഹെക്സഗണിന്റെ കേസ് ആകുമ്പോൾ എത്ര വരയ്ക്കേണ്ടി വരും? 1 2 3 അല്ലേ. 3 ഡയഗണൽ. പെന്റഗണിന് 2 ആയിരുന്നു. ഹെക്സഗണിന് എത്ര വരും? 3 വരും. ഹെപ്റ്റഗണോ 4 വരും. അപ്പൊ വരയ്ക്കേണ്ടത് എഴുതാൻ അറിയാം അല്ലേ. ഒക്ടഗണോ 5 വരും. നമ്പകള് 6 വരും. ഡെക്കഗണ് 7 വരും അല്ലേ. സംശയമുണ്ടോ? വരച്ചോ. ഇവിടെ 4 അല്ലേ കിട്ടിയേ? 4 ആണോ നോക്കാം. ഫസ്റ്റ് ഇങ്ങനത്തെ ഒരു ട്രയാങ്കിൾ വരച്ചു. 1 then 2 3 4 അല്ലേ. 4 ലൈനല്ലേ വരച്ചേ. ഓക്കെ, ഒക്ടഗൺ എത്ര? 5 അല്ലേ കിട്ടി. നമുക്ക് വരച്ചു നോക്കാം. 1 2 3 4
2, 3, 4, 5, 6. 6 അല്ലേ വന്നേ? ഉണ്ടാക്കണോ? 1, 2, 3, 4, 5, 6, 7. മനസ്സിലായില്ലേ? നമ്മളിവിടെ എന്താ ചെയ്യണേ? ഒരു വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്യാം. അതിലേക്ക് ബാക്കി തൊട്ടടുത്ത് കിടക്കുന്ന വെർട്ടെക്സ് ഇടാം. അതിലേക്ക് അതിന്റെ തൊട്ടപ്പുറത്തുള്ള വെർട്ടെക്സിൽ തുടങ്ങി എല്ലാ വെർട്ടെക്സിലും ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര നമ്പർ ഓഫ് ഡയഗണൽസ് ആണുള്ളത് കിട്ടും. മനസ്സിലായില്ലേ? ക്വാഡ്രാറ്റിൽ 1 ആയിരുന്നു, പെൻറ്റഗൺ ആയിട്ട് 2 ആയി, ഹെക്സഗൺ ആവുമ്പോൾ 3 അങ്ങനെ പോയി ഡെക്കഗൺ ആയിട്ട് 7 വരെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എത്ര ട്രയാങ്കിൾസ് വന്നു നോക്കാം. ഫസ്റ്റത്തിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 അല്ലേ? ഒരു ട്രയാങ്കിൾ അവിടെ ഉണ്ട്. ക്വാഡ്രാറ്റിൽ ആയപ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 2. പെൻറ്റഗൺ ആയപ്പോഴോ 1, 2, 3 അല്ലേ? ഹെക്സഗൺ ആകുമ്പോഴോ 1, 2, 3, 4 അല്ലേ? ഹെപ്റ്റഗൺ ആകുമ്പോഴോ 1, 2, 3, 4, 5. ഓക്കെ, ഒക്ടഗൺ ആകുമ്പോഴോ 1, 2, 3, 4, 5, 6. ഓർഡറിലാണ് പോണേ. 1, 2, 3, 4, 5, 6. അടുത്ത എത്രയായിരിക്കും? 7 ആയിരിക്കും, 8 ആയിരിക്കും. എണ്ണി നോക്കണം. അന്ന് എണ്ണി 1, 2, 3, 4, 5, 6, 7. 7 അല്ലേ കിട്ടിയേ? ഡെക്കഗണോ 8 ആണ് നമുക്ക് വന്നിട്ട്. 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? സം ഓഫ് ആംഗിൾസ് എത്രയാണ് കണ്ടുപിടിക്കണം. ട്രയാങ്കിളിന്റെ സം ഓഫ് ആംഗിൾ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. സോ നമ്മളത് എത്രയാണ് നമുക്ക് കിട്ടി? 180 ഡിഗ്രിയാണ് നമുക്ക് അറിയായിരുന്നു. സോ ഞാനിവിടെ 180 ഡിഗ്രി എഴുതി. ഓക്കെ, ഇനി ക്വാഡ്രാറ്റിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? ഒരു ഡയഗണൽ വരച്ചു. അപ്പൊ നമുക്ക് 2 ട്രയാങ്കിൾ ആയിട്ട് കിട്ടി അല്ല? ഒരു ട്രയാങ്കിളിന്റെ ആംഗിൾ ഓഫ് സം നമുക്ക് അറിയാം അല്ലേ? എത്രയാ? 180. അപ്പൊ രണ്ടെണ്ണത്തിന്റെയോ 180 പ്ലസ് 180 നമ്മൾ എന്താ ചെയ്തേ? 2 into 180 എഴുതി. സോ 2 into 180 അല്ലേ ക്വാഡ്രാറ്റിന്റെ ആംഗിൾ സം? ഞാനിപ്പോ അങ്ങനെ തന്നെ എഴുതാൻ പോവാണ്. 2 into 180 is equal to 360 degree. ഓക്കെ, ഇനി പെൻറ്റഗണിന്റെ കേസ് ആവുമ്പോഴോ എത്ര ട്രയാങ്കിൾ ഉണ്ട്? 3 ട്രയാങ്കിൾ ഉണ്ട് അല്ലേ? സോ 3 into 180 എത്ര വരും? 540 വരും അല്ലേ? ഇപ്പൊ നമുക്ക് എന്താ ഈ ഒരു കോളം മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇവിടെ 2 into 180 2 ട്രയാങ്കിൾ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് നമ്മളോട് കണ്ടുപിടിച്ചേക്കണം. അപ്പൊ 2 into 180 ചെയ്താൽ 360 കിട്ടും. ഇനി എന്ത് ചെയ്യണം? 3 into 180 ചെയ്താൽ നമുക്ക് 540 കിട്ടും. ഇതിന്റെ പെൻറ്റഗണിന്റെ കിട്ടും. സോ നമുക്ക് ഇവിടെ ഒരു മോഡലാക്കി എഴുതിയാലോ? ഫസ്റ്റ് കേസില് എത്ര ട്രയാങ്കിൾ ഉണ്ടായിരുന്നു? 1 ട്രയാങ്കിൾ ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് എഴുതാം? 1 into 180 എഴുതി കൂടെ? ഓക്കെ, സോ 1 into 180 ആയതുകൊണ്ടാണ് നമുക്ക് അവിടെ 180 ഡിഗ്രി കിട്ടിയത്. ഇനി നമുക്ക് എഴുതാലോ? ഇത് എന്ത് വരും? 4 into 180 വരും. ഇതെന്ത് വരും? 5 into 180 വരും. 6 into 180 വരും. 7 into 180 വരും. 8 into 180 വരും അല്ലേ? എളുപ്പത്തിൽ കണ്ടുപിടിച്ചല്ലേ? കാരണം എന്താ ഇവിടെ 4 into 180 എന്ന് പറഞ്ഞാൽ ഇവിടെ 4 ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു ഇതിലെ ഹെക്സഗണില്. ഇവിടെയോ 5 ട്രയാങ്കിൾസ് ഉണ്ടായിരുന്നു ഹെക്സഗണില്. സോ 5 into 180. ഓക്കെ, അങ്ങനെ ഡെക്കഗൺ വരെ കംപ്ലീറ്റ്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരേ? ഇത് ഓരോന്നായിട്ട് ചെയ്തേ. എത്ര വരും? 4 into 180 എത്ര വരും? 720 വരും അല്ലേ? 720 ഡിഗ്രി വന്നു. ഓക്കെ, 5 into 180 900. ചെയ്തു നോക്കിക്കോട്ടെ എല്ലാവരും. 6 into 180 എത്ര വരും? 1080 ഡിഗ്രി. 1080. ഓക്കെ, 7 into 180 1260 degree. Okay, 8 into 180 1440 degree. Okay, so നമ്മള് എല്ലാത്തിന്റെയും സം ഓഫ് ആംഗിൾസ് എത്രയാണെന്ന് കണ്ടുപിടിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ ചെയ്തേ?
ആദ്യം ഡയഗണൽസ് വരയ്ക്കുക, അത് എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കുക, അത് 180 വെച്ച് ഇൻറ്റു ചെയ്യുക. അത്രേ ഉള്ളൂ. ഓക്കെ, സോ നമ്മളിപ്പോൾ 10 വരെയുള്ളത് കണ്ടുപിടിച്ചു. അതായത് 10 സൈഡുള്ള പോളിഗൺ വരെ. ഓക്കെ, അത് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ? 3 അതിൽ കൂടുതലോ വശങ്ങളുണ്ട്. അപ്പൊ എത്ര വശം വരെയാണെന്ന് പറയാൻ പറ്റില്ല അല്ലെ? എത്ര സൈഡുള്ള പോളിഗൺ വരെ ആവാം. 3 സൈഡെങ്കിലും മിനിമം വേണമെന്നുള്ളൂ. അപ്പൊ എത്ര സൈഡ് വരെ വേണമെങ്കിലും പോവാം. സോ ഇപ്പൊ എൻ്റെ ഒരു 50 വശങ്ങളുള്ള ഒരു പോളിഗൺ എടുത്തിരിക്കും, 50 സൈഡഡ് പോളിഗൺ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അതിന്റെ സം ഓഫ് ആംഗിൾസ് ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും? സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ഡയഗണൽസ് ഒക്കെ വരച്ച് അതിനെ ട്രയാങ്കിൾസ് ആക്കി മാറ്റാം അല്ലേ? നമ്മളിപ്പോ ഡെക്കഗൺ എത്ര ട്രയാങ്കിൾ ആക്കി? 8 ട്രയാങ്കിൾസ് ആക്കി അല്ലേ? ഓരോ ഡയഗണൽസും വരച്ച് നമ്മൾ അതിനെ ട്രയാങ്കിൾസ് ആക്കി അല്ലെ? എന്നിട്ട് അത് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് എണ്ണി കണ്ടുപിടിച്ചു. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 50 വശങ്ങളുള്ള പോളിഗണിന്റെ എത്ര ട്രയാങ്കിൾ ആക്കി നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും? ഡയഗണൽസ് വരച്ച്. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇത്തിരി ബുദ്ധിമുട്ടാണ് അല്ലെ? നമുക്ക് 50 സൈഡ് എന്ന് പറയുമ്പോൾ ഓരോന്ന് വരയ്ക്കാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് എളുപ്പമുള്ള എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഇതിൽ നിന്നൊരു ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ടാക്കി നോക്കാം. അപ്പൊ നമുക്ക് എത്ര വശങ്ങൾ വരെയുള്ള എത്ര സൈഡഡ് ആയിട്ടുള്ള പോളിഗൺ തന്നാലും അതിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കുന്നത് എളുപ്പമായിരിക്കും അല്ലെ? ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ നോക്കി. ഞാൻ ഇവിടെ ഒരു കോളം ഫില്ല് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ എന്തെങ്കിലും പ്രത്യേകത നോക്കി. നമുക്കിവിടെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്നാലല്ലേ നമുക്ക് സം ഓഫ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ എങ്ങനെയാണ് ഇവിടെ 1 വന്നതെന്ന് ആലോചിക്കും. എങ്ങനെയാ 1 വന്നേ? നമ്പർ ഓഫ് സൈഡ്സ് മാത്രം നമുക്ക് അറിയുള്ളൂ അല്ലേ? ഡയഗണൽസ് എത്ര വരയ്ക്കണ്ടേ നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ അതിൽ നിന്ന് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് എങ്ങനെ കണ്ടുപിടിക്കാം? 3 1 ആവാൻ വേണ്ടി എന്ത് ഓപ്പറേഷൻ അവിടെ ചെയ്യണം? 3 - 2 ചെയ്താൽ പോരെ? ആലോചിക്കി. 3 - 2 ചെയ്താൽ എനിക്ക് 1 കിട്ടോ? കിട്ടൂല്ലേ? അങ്ങനെയാണെങ്കിൽ 4. ഈ 4 2 ആവാൻ വേണ്ടി എന്താ ചെയ്യുന്നുണ്ടാവുക? 4 - 2 ചെയ്തിട്ടുണ്ടാവും അല്ലേ? 4 - 2 ചെയ്താൽ എനിക്ക് 2 കിട്ടിയില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ 5 - 2 ചെയ്താൽ 3 കിട്ടോ? കിട്ടൂല്ലേ? 5 - 2. സോ നമുക്ക് എല്ലാ സൈഡിനെയും 2 വെച്ച് മൈനസ് ചെയ്ത് നോക്കാം. നമുക്ക് നമ്പർ ഓഫ് ട്രയാങ്കിൾസിന്റെ എണ്ണത്തിനോട് ഈക്വൽ ആവുമ്പോൾ നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? 6 - 2 ചെയ്യണം. ഇവിടെ എന്ത് വരും? ഹെപ്റ്റഗന്റെ കേസിലോ 7 - 2 ചെയ്യണം. ഒക്ടഗന്റെ കേസിലോ 8 - 2 ചെയ്യണം. രണ്ടഗന്റെ കേസിലോ 9 - 2 ചെയ്യണം. ഡെക്കഗന്റെ കേസിലോ 10 - 2 ചെയ്യണം. ഇങ്ങനെയല്ലേ ചെയ്യാം? ഓക്കെ, സോ നോക്കിയേ, 5 - 2 3 ആയിട്ട് വന്നു. 6 - 2 എത്രയാ? 4 ആയില്ലേ? 7 - 2 5, 8 - 2 6, 9 - 2 7, 10 - 2 8. സോ നമുക്ക് കിട്ടുന്നുണ്ട്. എന്ത് ചെയ്തു നമ്മള്? നമ്പർ ഓഫ് സൈഡ്സ് എത്രയാ നോക്കി അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും 2 അങ്ങോട്ട് മൈനസ് ചെയ്തു. 2 മൈനസ് ചെയ്തിട്ട് നമുക്ക് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടുന്നുണ്ടല്ലേ? സോ നമുക്ക് ഈ കോളത്തിൽ എന്ത് ചെയ്താം? നമ്പർ ഓഫ് സൈഡ്സ് -2. നമ്പർ ഓഫ് സൈഡ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതിൽ നിന്ന് 2 മൈനസ് ചെയ്താൽ നമുക്ക് നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടും. ആ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് കിട്ടി അതിനെ 180 വെച്ച് ഇൻറ്റു ചെയ്താൽ നമുക്ക് സം ഓഫ് ആംഗിൾസ് കിട്ടില്ലേ? സോ നമ്മൾ ആ റൂൾ കണ്ടുപിടിച്ചു അല്ലേ? എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. സോ ഇത് നമുക്ക് എങ്ങനെ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാൻ, ഞാനിപ്പോ 50 സൈഡുള്ള പോളുകളാണെന്ന് പറഞ്ഞു. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? അതിന്റെ സം ഓഫ് ആംഗിൾ നമുക്ക് എഴുതാം. 50 - 2 ചെയ്യണം അല്ലേ? 50 - 2 ചെയ്താൽ നമുക്ക് എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് കിട്ടും? 50 - 2 ചെയ്തപ്പോൾ എത്ര കിട്ടി? 48 ട്രയാങ്കിൾ ഉണ്ടെന്ന് കിട്ടി. സോ 48 × 180 ആണ് ആ 50 സൈഡഡ് പോളിഗണിന്റെ സം ഓഫ് ആംഗിൾ. നമുക്ക് ജനറലൈസ് ചെയ്തൊന്ന് എഴുതാം. ഈ ഫ്ലാഷ് കാർഡ് നോക്കി, ഇത് ഞാൻ അതിനെ ജനറലൈസ് ചെയ്തിട്ടുണ്ട്. വായിച്ചേക്ക് എല്ലാവരും. എന്താ പറയുന്നേ? സം ഓഫ് angles of a n-sided polygon is n - 2 × 180 degree. ഓക്കെ, അതായത് n സൈഡ് ഉള്ള ഒരു പോളിഗൺ ആണെങ്കിൽ അതിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയണേ. എന്ത് ചെയ്യണം?
n-2 into 180 ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബ്ലം ചെയ്ത് നോക്കിയാലോ നമുക്ക്. എന്താ 50 സൈഡുള്ള പോളിഗൺ അല്ലേ. സോ നമ്പർ ഓഫ് സൈഡ്സ് എത്ര ഇവിടെ 50. നമുക്ക് എഴുതാം. നമ്പർ ഓഫ് sides is equal to 50 അല്ലേ. നമ്മുടെ ഇക്വേഷൻ എന്താ? സം ഓഫ് ആംഗിൾസ് എന്താ? സം ഓഫ് ആംഗിൾ is equal to എത്രയാ? ഇക്വേഷൻ ആദ്യം എഴുതാം. n-2 into 180 ആണ്. ഇവിടെ n എത്രയാ? n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സൈഡ് അല്ലേ. n എത്രയാ ഇവിടെ 50. സോ 15 minus 2 into 180 അല്ലേ. 50 minus 2 എത്രയാ? 48 അല്ലേ. 48 into 180 48 into 180 എത്രയാ? 8640. ഓക്കെ, എല്ലാവർക്കും ചെയ്തപ്പോൾ തന്നെയല്ലേ വന്നേ. ഓക്കെ, സോ നമ്മൾ സം ഓഫ് ആംഗിൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു അല്ലേ. എന്തിന്റെ? 50 സൈഡഡ് പോളിഗണിന്റെ. എത്ര കിട്ടി? 8640 ഡിഗ്രി. ഓക്കെ, ക്ലിയർ ആയില്ലേ? സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നാൽ നമുക്ക് ഹോംവർക്ക് അടിച്ചെടുത്ത് വരാലോ. അടുത്ത ക്ലാസ്സിൽ വരുന്നോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കോ. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് ദി സം ഓഫ് ആംഗിൾസ് ഓഫ് എ 52 സൈഡഡ് പോളിഗൺ? ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായില്ലേ? 52 സൈഡഡ് ആയിട്ടുള്ള ഒരു പോളിഗണിന്റെ സം ഓഫ് ആംഗിൾസ് കണ്ടുപിടിക്കാൻ. ഹോംവർക്ക് അടിച്ചെടുത്ത് വരാലോ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ചെയ്തിട്ട് പോയോ കേട്ടോ. സോ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? സം ഓഫ് ആംഗിൾസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമ്മൾ പഠിച്ചു. നമ്മളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചല്ലോ സം ഓഫ് ആംഗിൾസിന്റെ. എന്താ അത്? n-2 into 180. സോ ഇത് എന്താ? നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ദി പോളിഗൺ. സോ എല്ലാവർക്കും ഇക്വേഷൻ മനസ്സിലായല്ലോ. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.